ഹായ് അപ്പം ഇന്ന് ഗൈസ് അപ്പം നമ്മളെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ലെഗ് ഡേ. ഓക്കെ, സോ നമ്മൾ രാവിലെയാണ് വ്ളോഗ് എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇന്നൊരു സ്ഥലം വരെ പോകാനുണ്ടായതുകൊണ്ട് നമുക്ക് എന്തായാലും വൈകുന്നേരം ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ തിരക്കും കാര്യങ്ങളും നോക്കിയിട്ട് വേണം നമ്മൾ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ നേരത്തെ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വൃത്തിയിൽ വ്ളോഗ് എടുത്തിട്ട് വരാൻ പറ്റും. ഓക്കെ, എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പം നമ്മളെ ഇന്നത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ലെഗാണ്. അപ്പം ഇന്ന് രാവിലെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല പണി വരാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ രാവിലെ ഞാൻ പൊതുവേ വർക്കൗട്ടിന് പോകാറില്ല, പിന്നെ ലെഗ് ട്രെയിൻ ചെയ്യാറുമില്ല രാവിലെ. കാരണം വെച്ചാൽ എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഇരുന്നതുകൊണ്ട് തന്നെ അതൊരു സീനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. സോ വെയിറ്റ് ചെയ്യാൻ 10 ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം സമയം ഏകദേശം 7 മണിയാവാറായി, നമ്മൾ ലേറ്റായി. ഓക്കെ, സോ അപ്പം നമ്മൾ ഫസ്റ്റ് വർക്കൗട്ട് കഴിഞ്ഞു. അതാണ് സ്കോട്ട്, ആക്സ് സ്കോട്ടാണ് നമ്മൾ ചെയ്തത്. എപ്പോഴും അത് തന്നെ ചെയ്യുന്നത്, പുഷ് ലെഗായതുകൊണ്ട്. കാരണം വെച്ചാൽ ഒരു 6 മാസം ഈ സെയിം വർക്കൗട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മാത്രമേ മാറ്റുന്നുള്ളൂ. ഓക്കെ, ഇതിൽ തന്നെ നമ്മൾ വെയിറ്റ് കൂട്ടിയും അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചെയ്യും. ഓക്കെ, പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ലെഗ് പ്രസ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് കേളുണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റൻഷനുണ്ട്. ഓക്കെ, കഥച്ചുകൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്ക് ലെഗ് പ്രസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ലെഗ് പ്രസ്സിൽ നിന്ന് നേരെ നമ്മൾ എക്സ്റ്റൻഷനിലേക്ക് വന്നു. ഓക്കെ, അപ്പം നമുക്ക് വേഗം തീർക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ 3 സെറ്റ് മാത്രമേ വെച്ച് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വർക്കൗട്ട് പൊതുവേ സ്പീഡായതല്ല, സ്പീഡാക്കിയതാ. സോ തിരക്കിട്ട് കളിക്കരുതെന്നറിയാം, പക്ഷേ നമുക്ക് പോകാനുള്ളതുകൊണ്ടും നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ടതുകൊണ്ടും മാത്രം സ്പീഡാക്കാണ്. നമുക്ക് സമയം കുറച്ചും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ മെല്ലെ കളിക്കുള്ളൂ. അപ്പം 3 സെറ്റ് വെച്ചാണ് നമ്മൾ ലെഗ് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് കഴിഞ്ഞ് ഇനി നമുക്ക് കാഫിലേക്ക് പോകണം. ഓക്കെ, അപ്പം നമ്മളെ ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി കാഫിലേക്ക് പോകണം. അപ്പം നമ്മളെ വർക്കൗട്ട് ഹാഫ് കൊണ്ട് ഏകദേശം തീരും. 5 ലെഗ് വർക്കൗട്ടാണ് നമ്മൾ കൊടുക്കാറ്. ഈ വർക്കൗട്ട് ഏകദേശം നമുക്കിപ്പോൾ കഴിയാറായി. ഇനി നമുക്ക് കാഫ് റൈസസും കൂടെ ഉള്ളൂ. തിരക്കിട്ട് ചെയ്യുന്ന ഒരു ലെഗ് ഡേ ആണ്, കാരണം പോകാനുള്ളതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ നമ്മൾ മര്യാദക്ക് നല്ല രീതിക്ക് ട്രെയിൻ ചെയ്യും. നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ ഇതിനെക്കാട്ടും ട്രെയിൻ ചെയ്യും. ഓക്കെ, ഇപ്പോൾ തിരക്കിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒന്നും നടക്കുന്നില്ല മര്യാദക്ക്. പക്ഷേ എന്നാലും നമ്മൾ 3 സെറ്റ് എല്ലാം തീർത്തിട്ട് മാത്രമേ പോകുന്നുള്ളൂ. ഓക്കെ,
ഇത് കഴിഞ്ഞിട്ട് എന്തായാലും നമ്മൾ സ്ട്രെച്ചിങ് കൂടെ ചെയ്തിട്ടേ പോകുന്നല്ലോ. ഇത് സ്ട്രെച്ചിങ് ചെയ്യാൻ വർക്കൗട്ട് കഴിഞ്ഞാൽ ഓക്കെ. അപ്പം നമ്മളെ കാഫും കൂടി കഴിഞ്ഞിട്ടുണ്ട്. വൈറ്റ് സോക്സ് ഇട്ടിട്ട് വർക്കൗട്ട് ചെയ്തല്ലോ കുഴപ്പമെന്ന് വെച്ചാൽ ഇതുണ്ടോ ഫുള്ള് ചളിയാവും ഗൈസ്. അപ്പം നമ്മളെ ലെഗ് ഡേ ഇവിടെ കഴിഞ്ഞു. ഞാൻ നേരെ തിരിച്ചെത്തി. അപ്പം മോശമില്ലാത്ത അടിപൊളി ലെഗ് ഡേ ആയിരുന്നു. പക്ഷേ നമ്മൾ 3 സെറ്റ് വെച്ച് എല്ലാ വർക്കൗട്ടും ചെയ്തു തരുന്നുള്ളൂ. തിരക്ക് കാരണം അധികം തിരക്കിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, സോ തിരക്ക് കാരണം നമുക്ക് 3 സെറ്റേ അടിക്കേണ്ടി വന്നിട്ടുള്ളൂ. അതാണ് കാരണം. സോ അപ്പം ഈ ഒരു ചെറിയ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. സോ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. സോ ബൈ.